السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا أدركنا يا رسول الله. ഏറ്റവും സ്നേഹാധന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ജമ്മാക്കുന്ന നിസ്കാരം ഖളാ ആയി പോകുന്ന അവസ്ഥ വരാറുണ്ട്. എങ്ങനെയാണ് ജമ്മാക്കിയ നിസ്കാരം ഖളാ ആകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരാൾ ളുഹറിന് അസറിലേക്കോ അല്ലെങ്കിൽ മഗ്‌രിബിന് ഇശായിലേക്കോ പിന്തിച്ചു ജമ്മാക്കുമ്പോൾ രണ്ടാമത്തെ നിസ്കാരം കഴിയുന്നത് വരെ അവൻ യാത്രയിലായിരിക്കണം എന്ന നിബന്ധനയുണ്ട്, ഷർത്തുണ്ട്. അപ്പോൾ ളുഹർ അസറിലേക്ക് ജമ്മാക്കി അസറിൻ്റെ സമയം നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ യാത്ര അവസാനിച്ചു അല്ലെങ്കിൽ നാട്ടിലെത്തി. അങ്ങനെയാകുമ്പോൾ അവൻ്റെ ജമ്മിൻ്റെ സമയം കഴിഞ്ഞു. കാരണം യാത്ര അവസാനിപ്പിക്കുക, ജമ്മാക്കുന്നതിൻ്റെ കാരണം അവിടെ ഇല്ലാതെയായി, യാത്രക്കാരനാവുക എന്നുള്ള കാരണമില്ലാതെയായി. നാട്ടിലെത്തിയാലും അങ്ങനെ തന്നെയാണല്ലോ. ഈ സമയത്ത് രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്താണ് അവൻ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നിസ്കാരം അവന് നിസ്കരിക്കാം, അതായിട്ട് തന്നെ. എന്നാൽ ഒന്നാമത്തെ നിസ്കാരം ളുഹർ അല്ലെങ്കിൽ മഗ്‌രിബ് ഖളാ ആയിപ്പോയി. യഥാർത്ഥത്തിൽ അവൻ യാത്ര അവസാനിപ്പിച്ചു അല്ലെങ്കിൽ നാട്ടിലെത്തിപ്പോയി എന്നുള്ളത് കൊണ്ട് അവൻ ഒന്നാമത്തെ നിസ്കാരം ഖളാ ആക്കിയാലും അവൻ അതിൽ കുറ്റക്കാരനല്ല. തൂഫയുടെയും അതിന് വ്യാഖ്യാനമായി ഷെർവാനിയുടെയും പ്രസ്താവന, രണ്ട് നിസ്കാരത്തിൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പ് അവൻ യാത്ര അവസാനിപ്പിച്ചാൽ അത് ഒന്നാമത്തെ നിസ്കാരത്തെ ഖളാ ആക്കും. രണ്ടാമത്തെ നിസ്കാരത്തിനിടയിലാണ് യാത്ര അവസാനിപ്പിച്ചതെങ്കിലും അത് ഖളാ ആകുന്നതിനോടൊപ്പം തന്നെ അതിൽ അവൻ കുറ്റക്കാരനാകുന്നതുമല്ല എന്നുള്ളതാണ്. ഈ ആഴത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം, പിന്തിച്ചു ജമ്മാക്കുന്നതിന് രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ അവസാനം വരെ യാത്ര നിലനിൽക്കൽ നിബന്ധനയുണ്ട്. അതുവരെ അവൻ്റെ യാത്ര നിലനിൽക്കുന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് രണ്ടാമത്തെ നിസ്കാരത്തിനിടയിൽ അവൻ യാത്ര അവസാനിപ്പിക്കാൻ കരുതിയാൽ ഒന്നാമത്തെ നിസ്കാരം ഖളാ ആകുന്നതാണ്. കുറ്റമില്ലാത്ത ഖളാ. അത് ഖളാ ആകാനുള്ള കാരണം അത് ഈ സമയത്ത് നിസ്കരിക്കേണ്ട നിസ്കാരത്തോട് കാരണമുള്ളത് കൊണ്ട് അവൻ ചേർത്ത് നിസ്കരിച്ചതാണ്. ആ കാരണം യാത്രയാണ്, അതിപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പ്രബലമായ അഭിപ്രായം. എന്തായാലും ഒന്നാമത്തെ നിസ്കാരം ഖളാ ആകുമെങ്കിലും അവൻ കുറ്റക്കാരനാകുന്നതല്ല എന്ന് തന്നെയാണ് മഹാന്മാരായ എല്ലാ ഫുഖഹാക്കളും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു വിധിവിലക്കുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.